ഹായ് ഫ്രണ്ട്സ്, മൗനരക്ക സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജയിലിലാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രത്തിനും രാഹുലും കൂടിയുള്ള സംസാരമാണ് കാണിക്കുന്നത്. അപ്പോൾ രാഹുലിനോട് വിക്രം പറയുകയാണ്, അങ്ങളെ കൂടെ നിന്ന് ചതിക്കുന്നവരെ നമുക്കൊരിക്കലും വിടാൻ പാടില്ല. അവർക്ക് എന്താ വേണം സമയവും സന്ദർഭവും നോക്കിയിട്ട് ഞാൻ അങ്കിളുടെ കൂടെ നിന്നോളാം, നമുക്കവനെ തട്ടിക്കളയാന്ന്. ആരെയാ? മനോഹറിനെ പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോള് ജയിലിലേക്ക് വരുമ്പോൾ അവൾക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പാണ്. കാരണം അവൻ്റെ തലതല്ലി പൊളിച്ചല്ലോ, അതുകൊണ്ട്. അപ്പോൾ അവനെ ഇല്ലാതാക്കിയ പൂർണ്ണമായിട്ടും അത് ശരിയാകും എന്നൊക്കെ പറയുവാണ്. പിന്നെ പൂർണ്ണമായും അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഇല്ലാണ്ടാവണം. ഇല്ലാതായാൽ അവളെ പരേഴേ സരയുവാ എനിക്ക് തിരിച്ച് കിട്ടുമെന്നൊക്കെ പറയുവാണ് കേട്ടോ രാഹുൽ. പറഞ്ഞു വരുമ്പോൾ രാഹുലിനും നമ്മുടെ വിക്രത്തിനും ശരിക്കും കല്യാണമോടെ ദേഷ്യം. രാഹുലിന് വിക്രത്തിനോട് താല്പര്യമാണ്. അപ്പോൾ വിക്രം പറയുക, എനിക്കും രാഹുലങ്ങളെ എനിക്കും കിരണോടല്ല ദേഷ്യം, കല്യാണിയോട്. അവളപ്പോൾ വിക്രത്തിനോട് രാഹുൽ പറയുകയാണ്, അവൾക്ക് ഇന്ന് കമ്പനി വന്നു, അതുകൊണ്ടാണ് എൻ്റെ മോളുടെ കമ്പനി ഇന്നിപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ അവർ തമ്മിൽ. പിന്നീട് കാണിക്കുന്ന കാടിനകത്ത് വെയിൽ ഇങ്ങനെ നടന്നു വരുന്ന സമയത്തേക്ക് വെയിൽ താഴേക്ക് നോക്കുമ്പോൾ അത് ഒരു സൈഡിലായിട്ട് അമലും പിന്നെ ഗംഗപ്രസാദും കൂടി കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇവന് ദേഷ്യം വരും കേട്ടോ. ഠാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. അപ്പോൾ ഇവനങ്ങോട്ട് ഇറങ്ങി അവരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. അവരവിടെ നിന്ന് പെട്ടെന്ന് അകന്ന് മാറുകയും ചെയ്തേ. ഓടി അടുത്തേക്ക് വന്ന് കാട്ടിനകത്ത് വന്നിട്ട് കാടത്തം കാണിക്കുന്നോടാ നാണയില്ലാത്തവനെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനോട് ദേഷ്യപ്പെടുവാണേ. അമലു പറയണ തൊട്ട് പോരുതെന്ന് പറയണേ വിനായേട്ടനെന്ന് പറയും അമലു നീ എൻ്റെ പെണ്ണാണ്. അപ്പോൾ വേലു പറയും, അമലു നീ എൻ്റെ പെണ്ണാണ്, വേറൊരാൾ തൊടുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറയുവാണ്. ചികിത്സയുടെ ഭാഗമായിട്ട് ഇവനെ തടവും തലോടുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരാളാണെന്നൊക്കെ വേലു പറയുവാണ് അമലോട്. ആ നേരത്താണ് ഇങ്ങനൊരു കാഴ്ച കാണേണ്ടി വന്നതെന്ന് പറയുകയാണ് വേലു. ഈ നിമിഷം തന്നെ ഇവനെ ഇവിടുന്ന് കെട്ടിക്കണമെന്ന് വേലു ദേഷ്യത്തോടെ പറയുവാണേ. അമാലു ചോദിക്കുകയാണ്, അല്ല നീയാണോ കാട്ടുമൂപ്പൻ, ഇയാളാണോ കാട്ടുമൂപ്പൻ, ഇയാളാണോ അതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ ദേഷ്യപ്പെടുവാണ്. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ എന്താണ് അമലു ചിന്തിക്കുന്നത്? കാര്യം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വിഷം പുരണ്ട വാക്കുകളുമായിട്ട് നമ്മളെ അപായപ്പെടുത്താൻ വരും. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ വേലു പറയുവാണേ. വേലു ചോദിക്കുക, എടി കാട്ടിനുള്ളിൽ ഇതിനു മുന്നേ ഒത്തിരി ആൾക്കാർ ഇതുപോലെ വന്നു പോയിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്താ ഇവനോട് മാത്രം ഇത്ര അടുപ്പം കാണിക്കുന്നത്? എന്താണ് ഇവനുള്ള പ്രത്യേകത എന്നൊക്കെ ചോദിച്ചിട്ട് വേലു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാട്ടോ സംസാരിക്കുന്നത്. അമൽ പറയാണ്, എനിക്ക് വിനായകേട്ടനെ ഇഷ്ടമാണ് എന്നും അത്ര തന്നെ കാര്യമെന്ന് പറയാം. അപ്പോൾ വേലു ചോദിക്കുക, എന്തിഷ്ടം, ഏത് തരത്തിലുള്ള ഇഷ്ടം? പ്രസാദ് അമലിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമൽ പറയുവാണ്, അതെ വേലു, വിനായകേട്ടൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, പാവമാണ് വിനായകേട്ടൻ, നമ്മളെ ചതിക്കാൻ വേണ്ടി വന്നൊന്നും അല്ല എന്ന് പറയുവാണ്. ആ ഇഷ്ടം എനിക്ക് വിനായകേട്ടനോടുണ്ട്, അത്ര തന്നെയെന്ന് പറയാം. അപ്പോൾ വേലു പറയാം, ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ ദേഷ്യം പിടിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അമലുവിനോട് പിന്നെ അമലിനോട് പറയണേ, നീ ഇത്രയും ഒരു അടുപ്പം എന്നോട് പോലും കാണിച്ചിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞ്, ഇയാൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യ് എന്ന് പറഞ്ഞിട്ട് പോരുവാണേ. വേലു അപ്പോൾ പറയണേ, എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം, മാമനും മാമിയും അറിഞ്ഞിട്ടാണ് ഇതൊക്കെ നടക്കണതെന്നൊക്കെ എനിക്കൊന്ന് അറിയണമെന്ന് വേലു പറഞ്ഞു. വേലു പോയപ്പോൾ ഗംഗപ്രസാദ് അമലിനോട് ചോദിക്കുക, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൈ കൊണ്ടൊക്കെ കാണിക്കുക. അപ്പോൾ പറയും, അവൻ പോയിട്ട് എന്ത് കുഴപ്പമുണ്ടാക്കാൻ, വിനായകേട്ടനൊന്ന് ചുമ്മാതിരിക്കുമെന്ന് പറയുവാണ്. വേലു ഓടി മാമിയുടെ അടുത്തോട്ട് വരുവാണ്. മാമ ഞാൻ കണ്ടു മാമ എന്ന് പറയുവാണ്. എടാ വല്ല വിഷപ്പാമ്പിനെ കണ്ടോ? ആ വെള്ളപ്പൊക്കം വന്ന ശേഷം കാട്ടിനകത്ത് നിറച്ച് വിഷപ്പാമ്പുകൾ വരാറുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ വല്ലതും കണ്ടോടാന്ന് ചോദിക്കുകയാണ്. പാമ്പുകളൊന്നുമല്ല, പാമ്പിനെ നമ്മൾ ചവിട്ടിയാലേ നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ, പക്ഷേ അതിനേക്കാളും വലിയ പാമ്പാണ് നമ്മുടെ ഊരിൽ കയറിയിരിക്കുന്നതെന്ന് പറയുവാണ്. നല്ല അടുപ്പാണെന്നുള്ള കാര്യം പറയുവാണ് കേട്ടോ. പക്ഷേ മൂപ്പനത് സമ്മതിക്കുന്നില്ല. എടാ വയ്യാത്തൊരു കൊച്ചനാണ്, അപ്പോൾ അതുകൊണ്ട് അവളെ പിടിച്ച് നടക്കുന്നതിന് എന്താണ് തെറ്റ്? അപ്പോൾ വേലു ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മൂപ്പനിട്ട് അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ വേലു പറയും, ഫോറസ്റ്റുകാരോട് പറയണം, എടാ അത് പറഞ്ഞാൽ അവൻ ഇവിടെ ചത്ത് മുളച്ച് കിടക്കണ നാളെ നമ്മൾ കാണേണ്ടി വരുമെന്നൊക്കെ പറയുവാണ് കേട്ടോ. കാരണം മൂപ്പൻ്റെ ഭാര്യയും വേലു പറയുന്നത് വിശ്വസിക്കുന്നില്ല. മൂപ്പൻ ചോദിക്കുകയാണ്, അപ്പോൾ എടാ നീ ഇങ്ങനെ എൻ്റെ മോളെ സംശയം, നിനക്ക് എങ്ങനെയാടാ എൻ്റെ മോളെ കെട്ടിച്ചേരുകയെന്ന് ചോദിക്കുമ്പോൾ വേലു പറയും, ഇനി അവളെ കെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയും കേട്ടോ. മൂപ്പൻ്റെ ഭാര്യ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. മൂപ്പൻ പറഞ്ഞ്, നീ അധികം സംസാരിക്കാതെ അകത്തിരിക്കുന്ന തേനെടുത്ത് പട്ടണത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ അങ്ങ് ദേഷ്യപ്പെടുവാണേ. വേലു അകത്തേക്ക് കയറി പോകുമ്പോൾ മൂപ്പൻ്റെ ഭാര്യ പറയുക, അല്ല അവൻ ഇത്ര തറപ്പിച്ച് പറയുമ്പോൾ അതിലെന്തെങ്കിലും സത്യം കാണാതിരിക്കില്ലല്ലോ എന്ന് പറയുവാണ്. എന്ത് സത്യം? എടി അവൻ ചുമ്മാ ഭ്രാന്ത് പിടിച്ച് ഓരോന്ന് പറയുന്നതല്ല, അതിലൊന്നും ഒരു സത്യം ഇല്ല എന്ന് പറയുവാണ്. അപ്പോൾ മൂപ്പൻ്റെ ഭാര്യ പറഞ്ഞ്, അവനൊന്ന് ഭേദപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറയാം. അപ്പോൾ ആ പയ്യനൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുകയാണ് മൂപ്പൻ. ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ച് ഒരു ചെറിയ മുക്കലും മൂളലൊക്കെ ഉണ്ട്, അതൊന്ന് ശബ്ദം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു വിടാൻ വള്ളി എന്ന് പറയുവാണ് മൂപ്പൻ.
മിണ്ടാൻ പാടില്ലാത്തൊരു പയ്യനാണ്. നമ്മുടെ അടുത്ത് ഒരു അഭയം തേടി വന്ന ഒരാളെ ആട്ടിപ്പായിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്ത മലദൈവങ്ങൾ വരെയും കോപിക്കുമെന്ന് പറയുവാണ്. പിന്നെ കാടിനകത്ത് ഗംഗപ്രസാദിനെ അമലിനോടാണ് കാണിക്കുന്നത്. അപ്പോൾ അവൻ കൈകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഈ കാട് വിട്ട് പൊക്കോട്ടെ എന്ന്. അപ്പോൾ അമൽ ചോദിക്കുക, എന്താ കാട് വിട്ട് പോകണമെന്നോ? പൊയ്ക്കോ, വിനായകേട്ടൻ പോകുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയിക്കോണം, അല്ലെങ്കിൽ അധികം നേരം ഞാൻ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അമൽ പറയുവാണേ. അപ്പോൾ ഗംഗപ്രസാദ് കാണിക്കുകയാണ്, അയ്യോ നിന്നെ എനിക്ക് വേണമെന്നൊക്കെ ഉള്ള രീതിക്ക് കാണിക്കുക. നിന്നെ വേണമെന്നാണോ, എന്നെ വേണമെന്നാണോ പിന്നെ വിനായകേട്ടൻ പറയണേന്നൊക്കെ അമൽ ചോദിക്കുവാണേ. വേലുവിനെ നമ്മൾ തമ്മിൽ അടുപ്പമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയടുത്തും പോയിട്ട് എന്തെങ്കിലും പൊടിപ്പും തുന്നങ്ങളും വെച്ച് പറയുകയുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട് സംസാരിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ എന്ന് പറയണം കേട്ടോ അമലു. നേരെ അച്ഛൻ്റെ അമ്മയടുത്തേക്ക് വരുവാണ്. മൂപ്പൻ്റെ ഭാര്യ എടുത്തോട്ട് വരികയാണ്. അപ്പോൾ അവരെങ്ങനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയാട്ടോ വരുന്നത്, പിടിച്ച് താങ്ങ് പോലെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് അമൽ ചോദിക്കുക, വേലുവട്ടം വന്ന് വല്ല പരാതിയും പറഞ്ഞോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വള്ളി ചോദിക്കുക കേട്ടോ. അമ്മ ചോദിക്കുകയാണ്, ഞാനും വിനായകേട്ടനും തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാടിനകത്ത് വെച്ച് വിനായകേട്ടൻ ഒന്ന് വീഴാൻ പോയപ്പോൾ ഞാനൊന്ന് ശരിക്കും പിടിച്ചതാണ്, ഇതുപോലെ പിടിച്ചുകൊണ്ടാണ് നടന്നതെന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ എന്നെ തല്ലാനൊക്കെ വന്നു എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ മൂപ്പൻ പറയണേ, അപ്പോൾ വെയിലു ഇറങ്ങി വന്നിട്ട് വേലു പറയാം, തല്ലാൻ വന്നു, അത് കണ്ട കാഴ്ച അങ്ങനത്തെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മൂപ്പൻ പറയും, ഇപ്പം മോൾക്ക് വേലുവിനെ ഇഷ്ടമില്ലാത്ത രീതിയിലാണല്ലോ സംസാരമൊക്കെ വായിന്ന് വരുന്നതെന്ന് ചോദിക്കുവാണ്. അതെ അത് ഞാനും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അമ്മ വള്ളി പറയുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമൽ ചോദിക്കാതെ എൻ്റെ കുറ്റമാണോ, ഏത് നേരം എന്നെ സംശയിക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ സ്നേഹത്തിൽ പെരുമാറാനാണെന്ന് ചോദിക്കുവാണ്. ആരെയും വിഷമിപ്പിക്കുന്നതല്ല അമൽ പറയുകയാണ്. കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ എന്നെ സംശയമാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും അവസ്ഥയെന്ന് പറയുവാണ് അമലു. നിങ്ങളകത്തോട്ട് പോകാൻ മൂപ്പം പറയണം. എന്നിട്ട് പറയാം, മോൻ ഇതൊന്നും കണ്ട് വിഷമിക്കേണ്ട കേട്ടോ എന്ന്. അപ്പോൾ പിന്നെ ഗംഗപ്രസാദ് തലയാട്ടുവാണ്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ടാണ് നോക്കിയെന്നൊക്കെ അമലുവിൻ്റെ അമ്മ പറയുവാണ്. മോന് ഇപ്പം ശബ്ദമൊക്കെ നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ മോനങ്ങ് പോവാം, അപ്പോൾ അതുവരെ ഞങ്ങളെക്കുറിച്ച് നല്ലതേ തോന്നാവൂ എന്നാണ് മൂപ്പൻ പറഞ്ഞതെന്ന് പറയുവാണ്. ചോദിക്കണം, അതെ അയാൾക്ക് ശബ്ദം കിട്ടുന്നവരെ ഇവിടെ നിർത്തണമെന്ന് ചോദിക്കും. മൂപ്പൻ പറയണം, അയാൾക്ക് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നാണെന്നല്ലേ പറഞ്ഞത്, അങ്ങനെയല്ലേ എഴുതി കാണിച്ചത്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും സംസാരശേഷി കിട്ടിയതിന് ശേഷം വിടാം, കാരണം എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു അപകടം വന്നെന്ന് കൂകി വിളിക്കാൻ പോലും ശബ്ദം ഇല്ലാത്തതുകൊണ്ട് സാധിക്കില്ലല്ലോ എന്ന് പറയുവാണ്. ഇത് കാണിക്കുന്നുണ്ട് വേലു തേൻ എന്ന് പറഞ്ഞിട്ട് റോഡിലിരുന്ന് വിൽക്കുന്ന കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് ഓരോരുത്തർ വന്നിട്ട് വിലയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കിരണിൻ്റെ കാറ് പാസ് ചെയ്ത് വന്നിട്ട് അവിടെ നിർത്തുവാണ്. അപ്പോൾ രതീഷ് പറഞ്ഞു, സാറേ അത് വേലായുധനാണ് കേട്ടോ, അവൻ നല്ല തേൻ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്നവനാണ്, കാദംബരിയുടെ പ്രസവ സമയത്തൊക്കെ പുള്ളിയോടാണ് തേൻ വാങ്ങിച്ചതെന്നൊക്കെ പറയുവാണേ. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് തേൻ വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞിട്ട് കിരണും രതീഷും ഇറങ്ങുവാണ്. എടാ പാട ബൈജു എന്ന് പറഞ്ഞിട്ട് ബൈജുവിനെ വിളിക്കുവാണേ. അപ്പോൾ രതീഷ്, എന്തൊക്കെയുണ്ട് വേലു, നല്ല തേനാണോ? ആ നല്ല തേനാണ് സാറേ, ഒരെണ്ണം എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്ക് സാറേ, എടാ കൊടുക്കടാന്ന് പറയുമ്പോൾ കിരൺ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണേ. മുഴുവൻ എടുത്തോന്ന് ചോദിക്കുമ്പോൾ സാറിന് വേറെ ഇല്ല സാറേ, എത്രയേ ഉള്ളൂ. അപ്പോൾ കിരൺ ചോദിക്കണം, അല്ല വേലു കാടിനകത്താണ് താമസിക്കുന്നതെന്ന് ചോദിക്കുവാണ്. ഈ പുഴ കടന്ന കാടാണ്, അവിടെ എൻ്റെ മാമനാണ് കാട്ടുമൂപ്പൻ എന്നൊക്കെ പറയാം. അപ്പോൾ ബൈജും കിരണും രതീഷും ഒക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, വാറ്റിനും തടി കടത്താനും ഒക്കെ വരാറുണ്ടെന്ന് പറയുവാണേ. ആണ് സാറേ എന്ന് പറയാം. അപ്പോൾ കിരൺ ചോദിക്കുക, പുഴക്കരയാണല്ലേ വേലുവിൻ്റെ ഊരെന്ന് ചോദിക്കുമ്പോൾ അതേ സാറെന്ന് പറയുവാണ്. ഈ ആളെ അറിയാമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ കിരൺ ഒരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കുവാണ്. അപ്പോൾ വേലു ശരിക്കും ഞെട്ടുന്നുണ്ട്. അപ്പോൾ രതീഷ് ചോദിക്കുക, എന്താണ് വേലു നീ അറിയുമോടാന്ന് ചോദിക്കുവാണ്. മൂപ്പം പറഞ്ഞ കാര്യം അവൻ അങ്ങനെ ആലോചിക്കുകയാണ്. നിൻ്റെ വായിൽ നിന്ന് വിനയം കുഞ്ഞിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യം ഓർക്കുവാണേ. അപ്പോൾ രതീഷ് പറയാനെടാ, ഇവനെക്കുറിച്ച് എന്തെങ്കിലും കാണുമോ, കറങ്ങി നടക്കുമോ, എന്തെങ്കിലും കാണുമോ, എന്ത് ചെയ്താൽ അറിയിക്കണം കേട്ടോ എന്ന് പറയും. ശരി സാറന്മാരെ എന്ന് പറയുവാണ്. അപ്പോൾ തേൻ എത്ര രൂപയാണെന്ന് ചോദിക്കുമ്പോൾ 600 രൂപയെന്ന് പറയുന്നുണ്ട്. പൈസ കൊടുക്കുവാണ് കേട്ടോ കിരൺ കുറച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ട് ഇനി വരുമ്പോൾ തേൻ കുറച്ചുകൂടി കൂടുതലുള്ളത് കൊണ്ടുവന്നാൽ മതി. പിന്നെ അപ്പോൾ വേലു പറയണേ, ഞങ്ങൾ ഇതിനകത്തൊന്നും ചേർക്കാറില്ല സാറേ, ഇരുന്നത് അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുവാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുവാണേ. കാടിനകത്തെ കാട്ടുമൂപ്പനെ ബന്ധുവിനെ കണ്ടാലേ നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാം കേട്ടോ. വേലുവിനെ കൂട്ടി നിർത്തി അവർ 3 പേരും കൂടെ. ഇനി വരുമ്പോഴേ രതീഷിനെ വിളിച്ച് വരാൻ പറഞ്ഞാൽ മതി, കൊണ്ടുവരുന്നത് മൊത്തത്തിൽ ഞങ്ങൾ എടുത്തോളാമെന്ന് കിരൺ പറയുവാണ്. അത് ശരിയെന്നും പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ വേലു മനസ്സിൽ വിചാരിക്കുവാണേ, ഇവരോട് പറയേണ്ടതായിരുന്നു, അങ്ങനെയായിരുന്നു എൻ്റെ പെണ്ണിനെ റാഞ്ചാനാവാൻ നിൽക്കാതെ അവരെ കടലിട്ടൊക്കെ തീർത്തേനായിരുന്നല്ലേ എന്ന് പറയുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ.